എല്ലാം പരിശോധിക്കും. ഒന്ന് മാത്രമായിട്ട് പരിശോധിക്കില്ലല്ലോ, ഒറ്റപ്പെട്ട പരിശോധനയൊന്നുമില്ല, എല്ലാം കൂട്ടായ രീതിയിലുള്ള പരിശോധനയാണ്, പരസ്പരം ബന്ധപ്പെട്ടതാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാം. ഡോക്ടർ പി സരീൻ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ടായ ഒരു വ്യക്തി എന്ന രീതിയിൽ പാർട്ടി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും. ചുമതല എന്ത് ചുമതലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ചുമതല കൊടുക്കുക. പാർട്ടി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് വരാനൊന്നും ആയിട്ടില്ലല്ലോ. പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് ഒരുപാട് മേഖലകളുണ്ട്, കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നിരവധി മേഖലകൾ അദ്ദേഹത്തിന്. ആ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല തന്നെയാണ്. അതല്ല ഞാൻ പറഞ്ഞു, ഇന്നതെന്ന് ഞാനിവിടെ തീരുമാനിച്ചിട്ടില്ല. അതുൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും അദ്ദേഹത്തിൻ്റെ സേവനത്തെ നമുക്ക് ഉപയോഗിക്കാം. പാലക്കാട് ഇല്ല, അങ്ങനെ നമ്മൾ ഒരു മണ്ഡലത്തെ നമ്മൾ കാണാറില്ല. ഇപ്പോൾ 99 മണ്ഡലം കൂടിയുണ്ട്. ഇനി അതിൻ്റെ കൂടെ മൂന്നാമത്തെ ടേം ഞാൻ പറഞ്ഞില്ലേ അനിവാര്യമാണെന്ന്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒപ്പം കുറേ മണ്ഡലം കൂടി ചേരും. ഈ 99ൻ്റെ കുറേയും കൂടി മണ്ഡലം ചേരുമെന്നും. പാർട്ടി വോട്ടൊന്നും ഇല്ല. കണ്ണാടിയും മാത്തൂരൊക്കെ നമുക്ക് നല്ല രീതിയിൽ ശക്തിപ്പെട്ട് വരികയും ചെയ്തത്. മുമ്പ് ഉണ്ടായിരുന്ന സ്വാധീനം യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇല്ല. ഇടക്കാലത്ത് അവിടെയെല്ലാം നല്ല ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് പഞ്ചായത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ സ്വാധീനമുള്ള പഞ്ചായത്ത്. അതിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് കുറേശ്ശെ മാറി മാറി വരുന്ന സ്ഥിതിയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. പാലക്കാട് നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പ്, അതായത് ശ്രീധരൻ മത്സരിക്കുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 38,000-40,000 ഇടയിലാണ് BJPയുടെ വോട്ട്. ഇത്തവണയും അത് അതേപടി കിട്ടിയിട്ടുണ്ട്. ശ്രീധരന് കിട്ടിയ അധിക വോട്ടാണ് BJPക്ക് നഷ്ടമായത്. അപ്പോൾ അതും BJPയുടെ കോർ വോട്ടാണെന്നാണോ? BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടിൽ നല്ലതുപോലെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ തന്നെ കണക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 4,500-ലധികം വോട്ട് അവർക്ക് ഇപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ SDPI ഉൾപ്പെടെയുള്ളവർ 10,000 വോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അല്ലാണ്ട് അവർക്ക് UDFന് ഭൂരിപക്ഷമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതിൻ്റെ അത് മനസ്സ് കേന്ദ്രീകരിക്കുന്നില്ല ഞങ്ങൾ. UDFന് ഈ പറയുന്ന 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊന്നുമില്ല. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് SDPയുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും RSSൻ്റെയും BJPയുടെയും വോട്ട് ചേർന്നാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. അന്ന് റിസൾട്ട് വന്ന ഉച്ചക്കും പറഞ്ഞത് അത് തന്നെയാണ്. ഉണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണോ വ്യാജ വാർത്ത കൊടുത്തത് അവർക്കല്ല ഇതിന്. അതൊക്കെ സ്വീകരിക്കേണ്ടി വരുമ്പോഴല്ലേ സ്വീകരിക്കണ്ടു. വെറുതെ സ്വീകരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതെ, അന്വേഷിച്ചോട്ടെ. നമുക്കെന്താ അന്വേഷിക്കുന്നത്? നമുക്കിത് ഒന്നും മറച്ചു വെക്കാനില്ലല്ലോ. നമ്മളത് പൂർണ്ണമായി സ്വാഗതം ചെയ്യില്ലേ ചെയ്തത്. ശരി, അത് അങ്ങനെ ഒന്നുമായിട്ട് മാത്രം കമ്പയർ ചെയ്യണ്ട. എന്നാൽ ശരിയായില്ലേ? അത് ഒന്ന് മാത്രമായിട്ട് കമ്പയർ ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത്? രണ്ടാമത്തതും അതിന് മുമ്പുള്ളതെല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്ക്. UR പ്രദീപ് തന്നെ മത്സരിച്ചപ്പോൾ ഉള്ള ഒരു കമ്പാരിസൺ നോക്ക്. അപ്പോഴത്തെ കിട്ടി അതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5,000 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പോൾ 12,300 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പാരിസൺ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കണ്ട, എല്ലാം കൂടി നോക്കിക്കോ. BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. അത് ഗൗരവപൂർവ്വം കാണേണ്ടത് തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് അല്ല, ഞാൻ അവിടെ 2 മുന്നണിയുടെയും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം പോളിങ്ങിന് കുറവുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്, അവരെയും ബാധിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അവിടെ ഒരു 5 ലക്ഷം 6 ലക്ഷം വോട്ട് നല്ല ഭൂരിപക്ഷം നല്ല പണം നടത്തി തുടങ്ങിയതാണല്ലോ. വോട്ട് ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യം ഇത് തന്നെയാണ്, കുറവ് സംഭവിച്ചിട്ടുണ്ട്. CPI ഞങ്ങൾ പണ്ടേ പോലെ കണ്ടതല്ലേ. അതിനെ വേറൊരു രീതിയിലാണ് ഞങ്ങൾ CPM, CBI, ED, IT ഉൾപ്പെടെയുള്ളതിനെ കാണുന്നത് ഒരു ഭരണകക്ഷിയുടെ ഒരു ഉപകരണമായിട്ടാണ്. പാർട്ടി നിലപാട് അന്നും അതെ ഇന്നും അതെ, മാറ്റിയില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞതാണ്.
ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാന വാക്കായിട്ട് CBI ആണ് എന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. സുപ്രീം കോടതി പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അത് കൂട്ടിലിട്ട തത്തയുടെ കളിയാണ് കളിക്കുക. അത് കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അതിന് തൊട്ട മുമ്പുള്ള ഇലക്ഷൻ്റെ കാലത്ത് എല്ലാം നമ്മൾ കണ്ടതല്ലേ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ട് CBI എന്താ ചെയ്തതെന്നും അതവിടെ ചോദിക്കണ്ടിയാണ്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഏത് അല്ല, സർക്കാർ എന്ത് നടപടിയാണോ എടുക്കേണ്ടത് ആ നടപടിയാണ് സർക്കാർ എടുക്കുക.